Hello everyone, welcome to my YouTube channel. So in the last class we have discussed about the Indus Valley civilization, the major cities associated with this IVC, that is the Harappa and the Mohenjo-daro, the basic features of IVC people. So today what we are going to discuss is the add-ons from ancient history R.S. Sharma and the modern NCRTs. So there are a few points that we have to consider while studying this IVC. തമിഴ്നാട് എൻ സി ആർ ടി റെഫറൻസ് മാത്രം നമുക്ക് പറ്റില്ല. അതിനുകൊണ്ടാണ് നമ്മൾ മെയിൻ എൻ സി ആർ ടീസും അതേപോലെ ആർ എസ് ശർമ്മയുടെ ഏൻഷ്യൻ്റ് ഇന്ത്യയും കൂടെ കവർ ചെയ്യുന്നത്. സോ അതിൻ്റെ ആഡ് ഓൺ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മേജർ IVC സൈറ്റ്സിനെ വെച്ചുകൊണ്ടാണ്. സോ യെസ്റ്റർഡേ വി ഹാവ് സീൻ ദാറ്റ് ഫസ്റ്റ് സിറ്റി നമ്മൾ മോഹൻജൊദാരോ കണ്ടായിരുന്നല്ലേ. മോഹൻജൊദാരോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ഐ എം സമ്മിങ് അപ്പ് അഗെയിൻ. മോഹൻജൊദാരോയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? അതിന് മുന്നേ പറയാം. മോഹൻജൊദാരോ ഈസ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഇൻഡസ് റിവർ ലൊക്കേറ്റഡ് ഇൻ സിന്ധ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ മൗണ്ട് ഓഫ് ദ ഡെഡ്. അങ്ങനെയും ഈ സിറ്റി അറിയപ്പെടുന്നുണ്ട്. ദിസ് ഈസ് ദ ലാർജസ്റ്റ് സിറ്റി ഓഫ് IVC. യു ക്യാൻ ഗെറ്റ് കൺഫ്യൂസ്ഡ് ഹിയർ. കാരണം എന്താണെന്ന് പറയാം, ലാർജസ്റ്റ് എക്സ്കവേറ്റഡ് സൈറ്റ് ഓഫ് IVC എന്ന് ചോദിച്ചാൽ അത് രാഖി ഗർഹിയാണ് ഹരിയാനയിൽ. പക്ഷെ ലാർജസ്റ്റ് സിറ്റി, ബിക്കോസ് ഓൾ ദി എക്സ്കവേറ്റഡ് സൈറ്റ്സ് ആർ നോട്ട് മെയിൻ സിറ്റീസ് ഓഫ് IVC. സൈറ്റുകളാണ്, വലിയ സിറ്റികളൊന്നും അല്ല, അല്ലെങ്കിൽ അർബനൈസ്ഡ് ടൗണുകളൊന്നും അല്ല. അങ്ങനെ നോക്കുമ്പോൾ ലാർജസ്റ്റ് സിറ്റി ഓഫ് IVC എന്ന് പറയുന്നത് മോഹൻജൊദാരോ ആണ്. നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്? ഗ്രേറ്റ് ബാത്ത്, നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ് ഗ്രേറ്റ് ബാത്ത്. പിന്നെ ഗ്രാനറി എന്ന് പറയുമ്പം ഇവിടെ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലാർജസ്റ്റ് സ്ട്രക്ചറാണ് ഏത്? ഗ്രാനറി എന്ന് പറയുന്നത്. അതേപോലെ ഡാൻസിങ് ഗേളിൻ്റെ ബ്രോൺസ് സ്റ്റാച്യു, ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, ഫീച്ചേഴ്സൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട്. പിന്നെ പ്രീസ്റ്റ് കിങ് ഇതെല്ലാം നമ്മൾ ഷോർട്സിലും കൂടി ഡിസ്കസ് ചെയ്യും. ബിയർഡഡ് പ്രീസ്റ്റ് കിങ്ങിൻ്റെ ഒരു സ്റ്റെറ്റിൻ്റെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു ഫിഗർ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂണിക്കോൺ സീല്, അതേപോലെ പശുപതി സീല്, ഇതെല്ലാം നമുക്ക് മോഹൻജൊദാരോയിൽ നിന്ന് കിട്ടിയതാണ്. ഇതിനകത്ത് നമ്മൾ യൂണിക്കോൺ, പശുപതി, അതേപോലെ ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഡാൻസിങ് ഗേളും പ്രീസ്റ്റ് കിങ്ങും ഒക്കെ ഷോർട്സിൽ നിങ്ങൾക്ക് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ദെയർ. അപ്പോൾ ഇതായിരുന്നു മോഹൻജൊദാരോയെക്കുറിച്ച് ഉള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള 1-2 പോയിൻറ്റ്സ് പറയാനുള്ളത്. ഇനി നമ്മൾ ഹാരപ്പയിലേക്ക് വരാം. ഹാരപ്പയിൽ നമ്മൾ ഓൾറെഡി ഇന്നലെ കണ്ടു, ഫസ്റ്റ് IVC സൈറ്റാണ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത്. 1921 ആരാണ് ഡിസ്കവർ ചെയ്യുന്നത്? ദയാറാം സാഹ്നിയാണെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. അതേപോലെ 1922 മോഹൻജൊദാരോ ഡിസ്കവർ ചെയ്യുന്നത്. RD ബാനർജിയാണ് അത് ഡിസ്കവർ ചെയ്യുന്നത്. അതും ഒരു അഡീഷണൽ പോയിൻ്റാണ്, ഓർത്ത് വച്ചേക്കുക. പിന്നെ നമ്മൾക്ക് അറിയാം ഇതെവിടെയാണുള്ളത്? പഞ്ചാബ് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാനിലാണ്. ഇവിടെ മെയിനായിട്ട് നമുക്ക് കിട്ടിയത് എന്താണ്? 6 ഗ്രാനറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ റെഡ് സാൻഡ് സ്റ്റോണിലുള്ള ഒരു മെയിൽ ടോർസോ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ വേറെന്താണ്? സ്കൾപ്ചേഴ്സ്, സ്റ്റോൺ സ്കൾപ്ചേഴ്സ്, ലിംഗം, യോനിയുടെയൊക്കെ സ്റ്റോണിൻ്റെ സ്കൾപ്ചേഴ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഹാരപ്പയുടെ കുറിച്ച് പറയുമ്പോൾ നമുക്കുള്ളത്. പിന്നെ നമ്മൾ അടുത്ത് പോവാം രാഖി ഗർഹി എവിടെയാണ്? ഇറ്റ് ഇസ് ഇൻ ഹരിയാന. ഞാൻ ഇതിൻ്റെ ഷോർട്സിൽ മാപ്പ്, IVCയുടെ സൈറ്റുകളൊക്കെ മാപ്പ് ചെയ്തിട്ട് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ലൊക്കേഷൻ ദെയർ. രാഖി ഗർഹി ഹരിയാനയിലാണ്. രാഖി ഗർഹി എന്ന് പറഞ്ഞാൽ ദ ലാർജസ്റ്റ് IVC സൈറ്റാണ് കേട്ടോ. ദ ലാർജസ്റ്റ് IVC സൈറ്റ് ടു ബി എക്സ്കവേറ്റഡ് ആണ് രാഖി ഗർഹി. ഇത് ഇന്ത്യയിലെ ഹരിയാനയിലാണ്. ദെൻ ബനവാലി എവിടെയാണ്? ബനവാലി ഇസ് ഇൻ ഹിസാർ ഹരിയാന. ഇതും ഹരിയാനയിൽ തന്നെയാണ്, ഹിസാറിലാണ്
ഹരിയാനയിലാണ്. അപ്പോൾ ബനവാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഓൺ ബാങ്ക്സ് ഓഫ് സരസ്വതി റിവർ. സരസ്വതി റിവറിൻ്റെ ബാങ്ക്സിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സരസ്വതി റിവർ ഇപ്പോൾ ഇല്ല, അത് ഓൾറെഡി ഡ്രൈ അപ്പ് ആയിപ്പോയി. ഇറ്റ് ഈസ് ഓൾസോ ഐഡൻറ്റിഫൈഡ് ആസ് ഘഗ്ഗർ ഹക്ര റിവർ. എന്താണ് ഘഗ്ഗർ ഹക്ര റിവർ എന്ന് ഓപ്ഷനിലുണ്ടെങ്കിലും ഓർക്കുക, ഈ പറഞ്ഞുകൊണ്ട് സരസ്വതി തന്നെയാണ്. സരസ്വതി ഇല്ല. അപ്പോൾ ബനവാലി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ഘഗ്ഗർ ഹക്ര റിവർ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ ഒൺലി സ്ട്രീറ്റ് വിത്ത് ഒൺലി സിറ്റി വിത്ത് റേഡിയൽ സ്ട്രീറ്റ്, റേഡിയലായിട്ട് പോകുന്ന സ്ട്രീറ്റുകളുള്ളത്. നമ്മൾ പഠിച്ചിരുന്നു ഇൻഡസ് വാലിയിലുള്ള നമുക്ക് മെയിൻ ലോവർ ടൗണിലെ സ്ട്രീറ്റുകൾ അല്ലെങ്കിൽ റോഡുകളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? റൈറ്റ് ആംഗിൾസിലാണ് പോകുന്നത്, നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. റേഡിയലായിട്ടുള്ള സ്ട്രീറ്റുകൾ നമുക്ക് ബൻവാലിയിൽ മാത്രമാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ ഓവൽ സെറ്റിൽമെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. യൂഷ്വലി സെറ്റിൽമെൻറ്റ്സ് എങ്ങനെയാണ്? ദേ ആർ റെക്റ്റാങ്കുലർ സെറ്റിൽമെൻറ്റ്സ് ആണ് നമുക്ക് IVCയിൽ കാണാൻ കഴിയുന്നത്. ഈ ബനവാലിയുടെ ഒരു പ്രത്യേകത, 2 കൾച്ചറൽ ഫേസിലൂടെ ഇത് കടന്നു പോയിട്ടുണ്ട്. പ്രീ ഹാരപ്പനും മെച്വർ ഹാരപ്പൻ ഫേസും ഇവർ കണ്ടിട്ടുണ്ട്. ഇതേപോലൊരു സൈറ്റാണ് കാലിബംഗൻ. ഇവരും ഈ ഒരു 2 കൾച്ചറൽ ഫേസിലൂടെ കടന്നു പോയവരാണെന്ന് കൂടി ആലോചിച്ച് വയ്ക്കുക. ഇനി ഹരിയാനയിലെ വേറൊരു സൈറ്റാണ് ബാലു. ബാലുവും എവിടെ തന്നെയാണ്? ഹരിയാനയിൽ തന്നെയാണ്, ഓർത്തു വയ്ക്കുക. ഇവിടെ നമുക്ക് പ്ലാന്റ് റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. പ്ലാന്റ് റിമൈൻസ് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ റിമൈൻസ് ആണെന്ന് ചോദിച്ചാൽ ഗാർലിക്കിൻ്റെ റിമൈൻസ് ആണ്. ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി, ഇത് ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട, കാരണം ഈ സ്ഥലം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതിയാവും. ബനവാലിയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ഈ ബാലുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ മേളിലോട്ട് പോകുമ്പോൾ റോപ്പർ എവിടെയാണ്? പഞ്ചാബിലാണ് കേട്ടോ. റോപ്പർ പഞ്ചാബിൽ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ സത്ലജ് നദിയുടെ തീരത്താണ്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഹാരപ്പൻ സൈറ്റ് ടു ബി ഡിസ്കവേർഡ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിൽ ഡിസ്കവർ ചെയ്യുന്ന ഫസ്റ്റ് സൈറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് IVC സൈറ്റ് എന്ന് പറയുന്നത് അത് റോപ്പർ ആണെന്നുള്ളത് ആലോചിച്ച് വെക്കാം. ഇവിടെ നമുക്ക് ഡോഗ് ഇസ് ബറീഡ് വിത്ത് ഹ്യൂമൻസ്. ഇതിൻ്റെ ബറിയൽസ് നമുക്ക് എവിടെ കാണാൻ പറ്റും? റോപ്പറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്ത സൈറ്റ് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ധോലവീര ഗുജറാത്തിലാണ്. നമ്മുടെ ഇന്ത്യൻ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ മാപ്പിൻ്റെ വെസ്റ്റേൺ പോർഷനിലുള്ള ഹാൻഡ് പോലെ ഇരിക്കുന്ന പോർഷനുള്ള ഒരു കർവ് ഉണ്ടല്ലോ, അവിടെയാണ് ഈ ധോലവീര വരുന്നത്. ദ ലേറ്റസ്റ്റ് എക്സ്കവേറ്റഡ് IVC സൈറ്റാണ്. ലേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ 1990s കേട്ടോ ലേറ്റസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ലേറ്റസ്റ്റ് എക്സ്കവേറ്റഡ് ആണ്, ഗുജറാത്തിലാണ്. ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ജയൻറ്റ് വാട്ടർ റിസർവോയർ അല്ലെങ്കിൽ ടാങ്ക് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്കൊരു വാട്ടർ ഹാർനസിങ് സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഫോർട്ടിഫൈഡ് സെറ്റിൽമെൻറ്റുകൾ നമുക്കിവിടെ കാണാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഈ ഫോർട്ടിഫിക്കേഷനും വലിയ വലിയ സെറ്റിൽമെൻറ്റ്സൊക്കെ നമുക്ക് സിറ്റികൾ, അർബനൈസ്ഡ് ടൗണുകളിൽ മാത്രമേ IVCയിൽ കണ്ടിരുന്നുള്ളൂ. പക്ഷെ അതിലൊരു വ്യത്യാസമാണ്, ധോലവീരയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണാൻ കഴിയും. അതേപോലെ തന്നെ മെഗാലിത്തിക് ആയിട്ടുള്ള സ്റ്റോൺ ബറിയൽസും നിങ്ങൾക്ക് എവിടെ കാണാം? ധോലവീരയിൽ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ഔട്ട്. സോ ധോലവീര കഴിഞ്ഞാൽ അടുത്ത മെയിൻ ഗുജറാത്തിലെ ഏതാണ് സൈറ്റ്? ലോത്തലാണ്. ലോത്തൽ നിങ്ങൾക്ക് കണ്ണും അടച്ചു പറയാവുന്ന ഒരു സാധനം എന്താണ്? ഡോക്യാർഡ്. ദ മാഞ്ചസ്റ്റർ ഓഫ് IVC എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലോത്തലാണ്. കാരണം ഇവിടെ നിന്നാണ് ട്രേഡൊക്കെ നടന്നത്. കാരണം എന്താ? നെയ്വൽ ട്രേഡിന് ഇമ്പോർട്ടൻ്റ് ആണ് പോർട്ടുകൾ. അപ്പോൾ നെയ്വൽ ട്രേഡ് നടന്നിരുന്നത് ഈ ഒരു ലോത്തലിൽ നിന്നാണ്. അതുകൊണ്ടാണ് മാഞ്ചസ്റ്റർ ഓഫ് IVC എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ റൈസിൻ്റെ കൾട്ടിവേഷൻ്റെ എവിഡൻസ് നമുക്ക് ലോത്തലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഗുജറാത്തിലെ മറ്റൊരു സൈറ്റാണ് സുർക്കോട്ഡയിൽ നമുക്ക് എന്താണ് ഇൻഫോർമേഷൻ ഉള്ളത്?
ഹോഴ്സിൻ്റെ ബോൺസ്. ഈവൻ ദോ IVC പീപ്പിൾ വെയർ നോട്ട് അക്വൈൻറ്റഡ് വിത്ത് ഹോഴ്സ്, പക്ഷെ നമുക്ക് ഹോഴ്സിൻ്റെ ബോൺസിൻ്റെ റിമൈൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, സിർക്കോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ദി IVC പീപ്പിൾ ന്യൂ ഹോഴ്സ്. പക്ഷെ എന്താണ്, അവിടെ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് അവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി 2 സൈറ്റുകളും കൂടെ ഉണ്ട്, റംഗാപൂറും അതേപോലെ തന്നെ റോജ്ഡി. ഇത് രണ്ടും ഗുജറാത്തിലാണ്, റംഗാപൂർ ആൻഡ് റോജ്ഡി. ഇവിടെ നിന്ന് നമുക്ക് എന്താണ് റൈസിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. റൈസ് എവിഡൻസും അതേപോലെ തന്നെ ലേറ്റ് ഹാരപ്പൻ ഫേസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഹാരപ്പൻസിൻ്റെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഒരു സ്റ്റേപ്പിൾ ഡയറ്റിൻ്റെ ഭാഗമല്ല റൈസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ വീറ്റ്, ബാർലി, സെസമേ, ലെൻറ്റിൽസ് ഇതൊക്കെയാണ് മെയിനായിട്ട് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. സോ ഡിക്ലൈൻ ഓഫ് IVC, ലേറ്റ് IVC പീരീഡ് ആയപ്പോഴത്തേക്കാണ് റൈസിൻ്റെ കൾട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ വന്നു തുടങ്ങിയത്. സോ അത് റംഗാപൂർ, റോജ്ഡി, ലോത്തലിലാണ് നമുക്ക് ഈ എന്താണ് റൈസിൻ്റെ ഒക്കെ ഇൻഫോർമേഷൻസൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും നമ്മളിപ്പം പറഞ്ഞു വന്നപ്പോൾ എവിടെയൊക്കെ പറഞ്ഞു, മോഹൻജദാരോ പറഞ്ഞു, ഹാരപ്പ പറഞ്ഞു, ഹരിയാനയിലെ സൈറ്റുകൾ പറഞ്ഞു, പിന്നെ ഗുജറാത്തിലെ സൈറ്റുകൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത മൂവ് ചെയ്യാൻ പോകുന്നത് രാജസ്ഥാനിലെ സൈറ്റുകളിലേക്കാണ്. രാജസ്ഥാനിൽ നമുക്കറിയാം മെയിനായിട്ട് എന്താണ് കാലിബംഗൻ, അതേപോലെ എന്താണ് ബലാത്താൽ. കാലിബംഗൻ ആൻഡ് ബലാത്താൽ ഇത് രണ്ടും നമുക്ക് രാജസ്ഥാനിലാണെന്നറിയാം. അപ്പോൾ കാലിബംഗൻ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ ഇവിടെ നിന്നുണ്ട്. എന്തൊക്കെയാണ്, ഫയർ അൽത്താർസ്, നമുക്ക് ഇവരുടെ വർഷിപ്പും കാര്യങ്ങളോട്ട് ബന്ധപ്പെട്ട് ഫയർ അൽത്താർസ്, അതേപോലെ പ്ലോഡ് ഫീൽഡ്, പ്ലോ ചെയ്ത ഫീൽഡുകൾ പറയുന്നുണ്ട്. ഇവർ യൂസ് ചെയ്തിരുന്നത് NCERT പറയുന്ന വുഡൻ പ്ലോസ് ആണെന്നാണ് പറയുന്നത്. അതും ഉഴുത് മറിച്ചുകൊണ്ടിരുന്നത് ഓക്സൻസിനെ ഉപയോഗിച്ചാണ്. എന്താണ്, ഓക്സൻസിനെ വെച്ചിട്ടാണ്. നമുക്ക് ഹാരപ്പൻ കാറ്റിൽ സെബു ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ വുഡൻ പ്ലോസ് ഓക്സൻസിനെ ഉപയോഗിച്ചാണ് ഇവർ ചെയ്തതെന്ന് പറയുന്നു. ക്യാമൽസ് വെയർ ഓൾസോ യൂസ്ഡ് ഫോർ ദ സെയിം പർപ്പസ് പറയുന്നുണ്ട്. പിന്നെ കാലിബംഗനിൽ കാലി മീൻസ് ബ്ലാക്ക്, ബംഗൻസ് മീൻസ് വാട്ട്, ബാംഗിൾസ് ആണ്. അപ്പോൾ ബ്ലാക്ക് ബാംഗിൾസ് കിട്ടുന്ന സ്ഥലം, അപ്പോൾ ബാംഗിൾസിന് ഫേമസ് ആണ് കാലിബംഗൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ബ്രോൺസിൻ്റെ ബുള്ള്, എന്താണ് ബ്രോൺസിൻ്റെ ഒരു ബുള്ള് സ്റ്റാച്യു നമുക്കിവിടുന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീ ഹാരപ്പൻ ഫേസും മെച്യൂർ ഹാരപ്പൻ ഫേസും കണ്ട ഒരാൾ കൂടിയാണ് കാലിബംഗൻ എന്നുള്ള സൈറ്റ്. പിന്നെ ബലാത്തൽ ഇൻ രാജസ്ഥാനിൽ നമുക്ക് ക്യാമലിൻ്റെ ബോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിൻ്റെ ബോൺ, ക്യാമൽ ബോൺസ്. നമുക്ക് ഹോഴ്സിൻ്റെ ബോൺസ് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്, സുർക്കോട്ടയിലാണ്. ക്യാമൽ ബോൺസ് ബലാത്തൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അലാംഗിർപൂർ, അലാംഗിർപൂർ UPയിലാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈസ്റ്റേൺ മോസ്റ്റ് എൻഡാണല്ലോ, IVCയുടെ ഈസ്റ്റ് ബൗണ്ടറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് യമുന നദീതീരത്താണ്, ഓൺ ദ ബാങ്ക്സ് ഓഫ് റിവർ യമുന. ഓക്കെ, ദെൻ ദായിമാബാദ്. ദായിമാബാദ് എവിടെയാണ്, ദായിമാബാദ് നമ്മുടെ മഹാരാഷ്ട്രയിലാണ്. അതേപോലെ സദേൺ ബൗണ്ടറിയാണ് ഏത്, ദായിമാബാദ് എന്ന് പറയുന്നത്. ഇവിടുന്ന് നമുക്ക് ഒരു ബ്രോൺസിൻ്റെ ചാരിയറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ബ്രോൺസിൻ്റെ ചാരിയറ്റ്? സി ദേ വെർ എക്സ്പേർട്സ് ഇൻ മിക്സിങ് കോപ്പർ ആൻഡ് ടിങ് ടു ഫോം വാട്ട്, ബ്രോൺസ് അല്ലേ. അതുകൊണ്ടാണ് ഈ ബ്രോൺസിൻ്റെ ഡാൻസിങ് ഗേൾ, ബ്രോൺസ് സ്റ്റാച്യു, ബ്രോൺസ് ബുള്ള്, ബ്രോൺസ് ചാരിയറ്റ്, അങ്ങനെ ഒരുപാട് ബ്രോൺസിൻ്റെ ഫിഗേഴ്സും സ്കൾപ്ചേഴ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലോസ്റ്റ് വാക്സ് ടെക്നിക്ക് വെച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഇനി 3-4 സൈറ്റ് ഞാൻ പാകിസ്ഥാനിലാണ് പറയാൻ പോകുന്നത്. പാകിസ്ഥാനിലെ മോഹൻജദാരോയും ഹാരപ്പയും ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് കോട്ട് ഡിജി. കോട്ട് ഡിജി എവിടെയാണ്, പാകിസ്ഥാനാണ്. ഇവിടെ നമുക്ക് ബുള്ളിൻ്റെ സ്റ്റാച്യൂസൊക്കെ കോട്ട് ഡിജിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ചോലിസ്ഥാൻ, ചോലിസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലവും എവിടെയാണ്, പാകിസ്ഥാനിലാണെന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ ചാൻഹുദാരോ, നമ്മുടെ മോഹൻജദാരോയ്ക്ക് എന്താ പറയുക സൗത്തിലായിട്ടാണ് ചാൻഹുദാരോ വരുന്നത്. കുറച്ച് സൗത്തിലായിട്ട് ഓൺ ദ റൈറ്റ് ബാങ്ക്സ് ആണ് നമ്മുടെ റൈറ്റ് ബാങ്ക് ഓഫ് ഇൻഡസിലാണ് മോഹൻജദാരോ എങ്കിൽ അല്ല റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനാണ്. രണ്ടും അപ്പുറം ഇപ്പുറം ആണെന്നുള്ളത് മനസ്സിലാക്കുക. മോഹൻജദാരോ ഇപ്പുറത്തെ സൈഡിലും, അതായത് ഓപ്പോസിറ്റ് സൈഡിലാണ്, ചാൻഹുദാരോ ഇപ്പുറത്തെ ബാങ്കിലുമാണ് കിടക്കുന്നത്. ഓക്കെ,
എനിക്ക് തോന്നുന്നത് റൈറ്റ് ബാങ്ക് സൈഡിലാണ് മോഹൻജൊദാരോയും ലെഫ്റ്റ് ബാങ്ക് സൈഡിലാണ് ചാൻഹുദാരോയും കിടക്കുന്നതെന്നായിട്ടാണ്. കാരണം ഇൻഡസ് ഒഴുകി അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? താഴെ അറബിക്കടലിലേക്ക് പതിക്കുകയാണ്, താഴോട്ട് വന്ന് അറബിക്കടലിലേക്കല്ല, ആ ഒരു സൈഡിലോട്ടാണ് പോകുന്നത്. സോ റൈറ്റ് ബാങ്ക് സൈഡിൽ മോഹൻജൊദാരോയും ലെഫ്റ്റ് ബാങ്ക് സൈഡിലാണ് ചാൻഹുദാരോ. ഇതും പാകിസ്ഥാനിൽ തന്നെയാണ്. ബീഡ്സ് ഇൻഡസ്ട്രിക്ക് വളരെ ഫേമസ് ആണ്. ബീഡ്സ് ഇൻഡസ്ട്രിക്ക് ഫേമസ് ആണ്. അതേപോലെ തന്നെ ഒൺലി സിറ്റി വിത്തൗട്ട് സിറ്റാഡൽ. ഞാൻ പറഞ്ഞില്ല, ഈ സിറ്റാഡലും ലോവർ ടൗണും ഉള്ള ഒരുപാട് അർബൻ ടൗണുകളൊന്നും IVCക്ക് ഇല്ല, കുറച്ചേ ഉള്ളൂ. അതിൽ ഇല്ലാത്ത ഒരെണ്ണം എന്ന് പറയുന്നത് ചാൻഹുദാരോ ആണ്, ഓർത്തു വയ്ക്കുക. പിന്നെ ഈ ചോലിസ്ഥാൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ റോഹി അല്ലെങ്കിൽ റോഹ്രി എന്നൊക്കെ വിളിക്കാറുണ്ട്. നമ്മൾ ഈ റോഹ്രി എന്ന് പറയുന്ന സ്ഥലവും എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ദിസ് ഈസ് ഫേമസ് ഫോർ റോഹ്രി ചേർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചെർട്ട് ബ്ലേഡ്സ് ഉണ്ടാക്കാനായിട്ട്. എന്താണ് ചെർട്ട് ബ്ലേഡ്സ്? ശരിക്കും പറഞ്ഞാൽ ഈ റോറി ചേർട്ട് എന്ന് പറയുന്നത് ഒരു സെഡിമെൻ്ററി റോക്കാണ്. അതുകൊണ്ട് അവർ കാർവ് ചെയ്ത് ബ്ലേഡുകൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് റോറി. അതും എവിടെയാണ്? പാകിസ്ഥാനിലാണ് വരുന്നത്. പിന്നെ സുത്ക ഗന്തോർ നമ്മൾ പറഞ്ഞായിരുന്നു. ഗന്തോർ വെസ്റ്റേൺ മോസ്റ്റ് ബൗണ്ടറി ആണെന്ന് പറഞ്ഞു. പാകിസ്ഥാൻ ബലൂക്കിസ്ഥാൻ ഏരിയയിലാണിത് വരുന്നത്. ക്ലേ ബാംഗിൾസിനൊക്കെ എന്താണ്? ഫേമസ് ആണ്. ക്ലേ ബാംഗിൾസിന് ഫേമസ് ആണ്. അപ്പോൾ ഇത്രയും സൈറ്റുകൾ പാകിസ്ഥാനിലാണ്. മോഹൻജൊദാരോയും ഹാരപ്പയൊക്കെ ഉണ്ട്, വേറെയും സൈറ്റുകളുണ്ട്. എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകളാണ് ഇപ്പോൾ ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതെന്നറിയാമോ? കുറച്ച് മെറ്റീരിയൽസിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നലെ ക്രാഫ്റ്റൊക്കെ പറഞ്ഞിരുന്നു. ഒന്ന് ബ്രോൺസ് ടെക്നോളജിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. അതേപോലെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവർ. സ്റ്റെറ്റിറ്റിലാണ് മെയിനായിട്ട് ജോലി ചെയ്യുന്നത്. അതേപോലെ ഐവറിയുടെ ആയാലും ഗോൾഡിൻ്റെ ആയാലും ഒക്കെ ടെറാക്കോട്ട, ബേൺഡ് ക്ലേ, ഇതിലൊക്കെ അവർ സ്റ്റാച്യൂസും ഫിഗറിൻസും ഉണ്ടാക്കിയിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇവർ ഈ പറഞ്ഞ ക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസിൽ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു സെമി പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോണാണ് ലാപ്പിസ് ലസൂലി. ഇത് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഇത് നമ്മൾ ഷോർത്തുഗൈ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷോർത്തുഗൈ നോർത്തേൺ മോസ്റ്റ് ബൗണ്ടറി ആണെന്ന് പറഞ്ഞു IVCയുടെ. അഫ്ഗാനിസ്ഥാനിലാണ് ഷോർത്തുഗൈ. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇമ്പോർട്ട് ചെയ്യുകയാണ് ലാപ്പിസ് ലസൂലി. ഇതൊരു സെമി പ്രഷ്യസ് സ്റ്റോണാണ്. അതേപോലെ വേറൊരു ഐറ്റമാണ് ഫെയിൻസ്. ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു, ഇതൊരു ലക്ഷറി പ്രോഡക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂടിയ ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. ഒരു ലക്ഷറി പ്രോഡക്റ്റാണ്. സിലിക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കാർനീലിയൻ സ്റ്റോൺ ഇതൊരു ജെം സ്റ്റോണാണ്. കാർനീലിയൻ സ്റ്റോണിലും ഇവർ ക്രാഫ്റ്റ്സ് ചെയ്തിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇത് നമുക്ക് ലോത്തലില്ലേ, ഗുജറാത്തിൽ അവൈലബിൾ ആണ്. പിന്നെ സ്റ്റെറ്റിറ്റ് നമുക്കറിയാം, കോമൺലി ഫൗണ്ട് സോപ്പ് സ്റ്റോണാണിത്. ഇതാണ് നമ്മൾ മിക്ക സീലുകളും ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റെറ്റിറ്റ് നമുക്ക് രാജസ്ഥാനിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇതുകൊണ്ട് കൂടുതലും ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ പ്രീസ്റ്റ് കിങ്ങൊക്കെ സ്റ്റെറ്റിറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ടെറാക്കോട്ട നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് പറയാം? ഗുജറാത്തിൽ നിന്നുണ്ട്. അതേപോലെ തന്നെ കാലിബംഗൻ, രാജസ്ഥാൻ, അവിടെ ക്ലേ ബാംഗിൾസ് ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ടെറാക്കോട്ട എന്ന് പറയുന്നത് ഒന്നുമില്ല, ഇറ്റ് ഈസ് ഫയർ ബേക്ക്ഡ് ക്ലേ. ഈ ക്ലേ ഉണ്ടല്ലോ, നമ്മുടെ ക്ലേനെ നമ്മൾ ചുട്ട് ബേൺ ചെയ്തെടുക്കുന്ന സാധനമാണ്. ബേൺഡ് ക്ലേ എന്നൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പം സീലുകൾ ഉണ്ടാക്കാനും അതേപോലെ സ്കൾപ്ചേഴ്സ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് കാണുന്നത്. ഇതിനെ യൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ പിഞ്ചിങ് മെത്തേഡ് എന്ന് പറയും. നമ്മൾ കൈവച്ച് പിഞ്ചി അതായത് അതിനെ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അൺസോഫിസ്റ്റിക്കേറ്റഡ് ആണല്ലേ, വളരെ എഫിഷ്യൻറ്റും അഡ്വാൻസ്ഡും ആയിട്ടുള്ള ടെക്നോളജി ഒന്നുമല്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനവും അല്ല. അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് മദർ ഗോഡസിൻ്റെ സ്കൾപ്ചേഴ്സ് കൂടുതലും നമുക്ക് ഈ ടെറാക്കോട്ടയിൽ കാണാം. അതും ഈ പറഞ്ഞ അൺസോഫിസ്റ്റിക്കേറ്റഡ്, വളരെ, അതായത് കംപ്ലീറ്റഡ് അല്ല, ഒന്നും ഫീച്ചേഴ്സൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല കാണുന്നത്. നമ്മൾ ഇന്നലെ ഇവരുടെ വർഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇവർ യൂഷ്വലി നേച്ചറാണ് വർഷിപ്പ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഫാലസിൻ്റെ വർഷിപ്പിനെ കുറിച്ച്, ഫാലസ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഫാലസ് എന്ന് പറയുന്നത്
പറയുന്നത് എന്താ പീനസ് ഇറക്റ്റഡ് ആയിട്ടുള്ള പീനസിൻ്റെ അതാണ് ഫാലസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിനെ അവർ വർഷിപ്പ് ചെയ്തിരുന്നു. അതേപോലെ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഇതിൻ്റെയും വർഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്താണ് ഇവർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി വർഷിപ്പാണ് അല്ലേ. ഫെർട്ടിലിറ്റി അത് മോശം കാര്യമൊന്നുമല്ല, ഫെർട്ടിലിറ്റി വർഷിപ്പായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇന്നലെ ഞാൻ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തില്ലായിരുന്നു. ബാക്കി നേച്ചറിൽ നമുക്ക് പീപ്പൽ ട്രീ, അതേപോലെ തന്നെ യൂണിക്കോൺ, വൺ ഹോൺഡ് ബുള്ള്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നു. പിന്നെയുള്ളത് ഇവർക്കൊരു ആർമി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ സെറ്റപ്പ് ഒന്നും ഇവർക്ക് ഇല്ല. ആർമിയും കാര്യങ്ങളും ഒന്നുമില്ല. ഇവർക്ക് വെപ്പൺസ് എന്ന് പറയുന്നത് അങ്ങനത്തെ രീതിയിൽ വെപ്പൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ സാധിക്കത്തില്ല ഇവിടെ. അതായത് ലാക്ക് ഓഫ് എ വാരിയർ ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഫൈറ്റിംഗ് ആർമി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, IVCയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു ആർമി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല, ആർമിയില്ല. അങ്ങനെയുള്ള വെപ്പൺസ് നമുക്ക് അധികം അവൈലബിൾ അല്ല. നമ്മൾ ഇന്നലെ ഇൻഡസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇൻഡസ് സ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലേ. ഇൻഡസ് സ്ക്രിപ്റ്റ്, ഇൻഡസുകാരാണ് ആദ്യമായിട്ട് ഫസ്റ്റ് പീപ്പിൾ ടു ഡിസ്കവർ ദ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവരെന്താണ് പിക്ചോഗ്രാഫിക്കാണ്, ഇവർക്ക് അപ്പോഴും റൈറ്റിംഗ് ഒന്നും വന്നിട്ടില്ല, പിക്ചോഗ്രാഫിക് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ബോട്ട്സിൻ്റെയും ഒക്കെ ഷിപ്സിൻ്റെയൊക്കെ സിമ്പലുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1853 ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് ഇൻഡസിൻ്റെ കിട്ടുന്നത്. ഇതും നോട്ട് യെറ്റ് ഡെസിഫർ ചെയ്തിട്ടില്ല. പല കാര്യങ്ങളും, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഡെസിഫർ ചെയ്തിട്ടുള്ളൂ. എല്ലാം കംപ്ലീറ്റ്ലി ഡെസിഫേർഡ് അല്ല. എന്നാലും ഇത്ര ആലോചിച്ച് നോക്കിയാൽ ദേ ആർ ദ ഫസ്റ്റ് പീപ്പിൾ ടു ഇൻട്രൊഡ്യൂസ് എ സ്ക്രിപ്റ്റ് ഓഫ് ദെയർ ഓൺ. അന്നത്തെ കാലത്ത് മെസോപ്പൊട്ടേമിയൻ ആൻഡ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എക്സിസ്റ്റ് ചെയ്തിരിക്കുക. അവർക്കൊന്നുമില്ലാത്ത ഒരു കാര്യമാണ് ഇൻഡസിന് സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇൻഡസിൻ്റെ ഡിക്ലൈനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ റിവേഴ്സ് ഡ്രൈ അപ്പ് ചെയ്തു പോകും. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ പറയുമ്പോൾ ഒരു 3000 to 2000 BC കാലഘട്ടത്തിലൊക്കെ ഹെവി റെയിൻ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത്. ഹെവി റെയിൻസ് ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. അപ്പോൾ എന്താണ് ഇൻഡസിലും അതേപോലെ തന്നെ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സരസ്വതിയിലും ഒക്കെ വന്നു ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇൻഡസ് അല്ലെങ്കിൽ ഈ ഒരു IVC ഫ്ലറിഷ് ചെയ്തിരുന്നത്. അപ്പോൾ ഫ്ലഡും നല്ലത് തന്നെയാണ്, ഫ്ലഡിങ്സും ഉണ്ടായിട്ടുണ്ട്. വാട്ടർ ഉള്ളതും കൊണ്ട് കുറേയൊക്കെ ഫ്ലഡ് ഉള്ളത് നല്ലത് തന്നെയാണ്. കാരണം പുതിയ സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാനും ഫ്ലഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ഓവർ ഫ്ലഡിങ് അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ IVC ഫ്ലറിഷ് ചെയ്തു. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, അതായത് ഡിക്ലൈൻ ഫേസിലേക്ക് വന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ റിവർ ഡ്രൈ അപ്പായി പോയി എന്ന് പറയുന്നുണ്ട്. അതായത് റെയിൻസ് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, വെള്ളം കുറഞ്ഞു. റെയിൻസ് കുറഞ്ഞപ്പോൾ വെള്ളം കുറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സർവൈവൽ ഒരു ഇഷ്യൂ ആയിട്ട് വന്നു. ആർക്ക്, IVCയുടെ സർവൈവൽ ഒരു ഇഷ്യൂ ആയിട്ട് വന്നു. ഈ സരസ്വതിയിൽ ഇൻഡസ് മാത്രമല്ല, നമ്മുടെ യമുനയും അതേപോലെ തന്നെ സത്ലജും, ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് സരസ്വതി റിവർ ആവുന്നത്. അതുകൊണ്ടാണ് ദിസ് ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതാണ് ഹാരപ്പയെ ഫീഡഡ് ദി ഹാരപ്പ. ഇൻഡസ് ഫീഡ് ചെയ്തിരുന്നു. ഞാൻ പറയുന്നത് മെയിനായിട്ടുള്ള ഫീഡിങ് വന്നത് ഈ ഒരു സരസ്വതി, ഈ ഒരു റിവറിൽ നിന്നാണ്. അതെവിടെ നിന്നാണ്, യമുന, സത്ല. അപ്പം ഇവിടെ വന്നപ്പോൾ സർവൈവൽ ഇഷ്യൂ വന്നപ്പം എന്തുകൊണ്ട് വെള്ളം അങ്ങനെ സരസ്വതി എന്തായിപ്പോയി, ഡ്രൈ ആയിപ്പോയി. സരസ്വതി റിവർ ഇപ്പോൾ എക്സിസ്റ്റിംഗ് അല്ല, ഡ്രൈ ആയി പോയത് കൊണ്ടാണ്. അങ്ങനെ ഇവർ പതുക്കെ കുറേ പേര് സൗത്തിലേക്ക് മൂവ് ചെയ്തു, കുറേ പേര് ഈസ്റ്റിലേക്ക് മൂവ് ചെയ്തു. പോസ്റ്റ് IVC, അതായത് IVCക്ക് ശേഷം എന്താണെന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. എന്താ ചെയ്ത് IVCക്ക് ശേഷം ഡയറക്റ്റായിട്ട് അങ്ങ് അയൺ ഏജിലോട്ടൊക്കെ നമ്മൾ പോയോ? ഇല്ല. ഓക്കെ, അപ്പോൾ IVCയിൽ നമുക്ക് പോസ്റ്റ് ഇൻഡസ് ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കിതിനെ സബ് ഇൻഡസ് ഏജ് എന്നൊക്കെ വിളിക്കാൻ പറ്റും.
ഇത് പലതരത്തിലായിരുന്നു പലയിടത്ത് ഉണ്ടായിരുന്നത്. ചിലയിടത്ത് ചാൽക്കോലിത്തിക് ആയിട്ടുള്ള ഇത് കണ്ടിന്യൂ ചെയ്തു, ചിലയിടത്ത് അയണേജിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു, ചിലയിടത്ത് സ്റ്റോൺ ടൂളുകൾ അതിൻ്റെ യൂസേജ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പലയിടത്തും പല രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ സ്വാത്ത് വാലി പാകിസ്ഥാനിലാണ് കേട്ടോ. സ്വാത്ത് വാലി പാകിസ്ഥാനിലാണ്. അവിടെ നമുക്ക് ബ്ലാക്ക് ഗ്രേ വെയർ കൾച്ചർ, ഇത് വേറൊരു കൾച്ചറാണ്, നമുക്ക് പഠിക്കാനായിട്ടില്ല, എന്നാലും ഞാൻ പറയാണ്. അതായത് പോസ്റ്റ് ഇൻഡസിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അഡിഷനായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ നമ്മൾ ബൗണ്ടറി നേരത്തെ പറഞ്ഞിരുന്നല്ലേ, എന്താണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റിൽ ബൗണ്ടറി നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ ഷോർത്തുഗൈ ഇൻ അഫ്ഗാനിസ്ഥാൻ IVCയുടേത്, ഇവിടെ നമുക്ക് അലാംഗിർപൂർ ഇൻ UP, അതേപോലെ താഴെ നമുക്ക് സൗത്തിൽ ദായിമാബാദാണ്, അതേപോലെ നമുക്ക് ഇവിടെ നമുക്ക് എന്തുണ്ട് സുത്ക ഗന്ധോർ. ഇത്രയും കാര്യങ്ങളാണ്. ഇത് രണ്ടും എന്താണ് ഇന്ത്യയിലാണ്, ഇത് രണ്ടും പുറത്താണ്. ഇതേപോലെ വേറൊരു ഇൻഡിക്കേഷനാണ് എന്താ നോർത്ത് സൗത്ത്, അതായത് IVC പറഞ്ഞു കഴിഞ്ഞാൽ ശിവാലിക്സ്. അതായത് നമ്മൾ ബൗണ്ടറി എന്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ ഇത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർത്തിൽ ശിവാലിക്സ്, താഴെ നമുക്ക് അറബിക്കടൽ അറേബ്യൻ സീ വരെ, ദെൻ സൗത്തിൽ നമുക്ക് മീററ്റ് UPയിലാണ്, സൗത്ത് അറേബ്യൻ സീ, ഈസ്റ്റ് നമുക്ക് മീററ്റ്, ദെൻ വെസ്റ്റിൽ നമുക്ക് സുക്തഗന്ധോറിൻ മക്രാം കോസ്റ്റ് ഓഫ് ബലൂക്കിസ്ഥാൻ. എവിടെയാണ്? മക്രാം കോസ്റ്റ് ഓഫ് ബലൂക്കിസ്ഥാൻ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, എങ്ങാനും ഓപ്ഷനിൽ കയറി വന്നാലോ. ദ വെസ്റ്റേൺ മോസ്റ്റ് ബൗണ്ടറി ഓഫ് IVC ലൈസ് ഇൻ ദ മക്രാം കോസ്റ്റ് ഓഫ് ബലൂക്കിസ്ഥാൻ എന്ന് ചോദിച്ചാൽ യു ക്യാൻ ഗെറ്റ് കൺഫ്യൂസ്ഡ്, കാരണം സുത്ക ഗന്ധോറാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബ്ലാക്ക് സോയിൽ, ചാൽക്കോലിത്തിക് പീപ്പിളിന് ബ്ലാക്ക് സോയിൽ അറിയാം എന്ന് നമുക്കറിയാം. അതിനെപ്പറ്റിയുള്ള അവർ കോട്ടൺ ഗ്രൂ ചെയ്തിരുന്നതായിട്ടും പറയും. പക്ഷേ ഇവരും എന്ത് ചെയ്തിട്ടുണ്ട്? കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തിരുന്നതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രീക്സ് ഈ ഏരിയയെ സിൻഡൻ എന്നാണ് വിളിച്ചത്. എന്താണ് വിളിച്ചത്? സിൻഡൻ. സിന്ധുവിൻ്റെ അടുത്ത് കിടക്കുന്നത് കൊണ്ടായിരിക്കാം സിൻഡൻ എന്ന് വിളിച്ചു. അപ്പോൾ IVC കോട്ടൺ ഗ്രൂ ചെയ്യുമായിരുന്നു, കാരണം കോട്ടണും സിൽക്കും അവർ വെയർ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ മെറ്റൽ മണി ഒന്നുമില്ല, ബാർട്ടർ സിസ്റ്റം. ഈവൻ ദോ എന്താണ് കോപ്പറും ടിന്നും കൊണ്ടുള്ള എന്താണ് ബ്രോൺസ് അവർക്ക് അറിയാമായിരുന്നെങ്കിലും ദർ വാസ് നോ മെറ്റൽ മണി അവർ ഉപയോഗിച്ചിരുന്നില്ല. എപ്പോഴും എന്താണ് ബാർട്ടർ സിസ്റ്റം തന്നെയാണ്. മെയിനായിട്ട് ആരുമായിട്ടായിരുന്നു കച്ചവടം? മെസപ്പൊട്ടോമിയൻസുമായിട്ടാണ് ട്രേഡ് ഉള്ളത്. ക്യൂണിഫോം ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. ദെൻ ടാക്സ് എടുത്തിരുന്നതായിട്ട് പറയുന്നത്, അതും മണിയായിട്ടല്ല, ഗ്രെയിൻസ് ആണ് എന്ത് ടാക്സ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ഇത്രയും വലിയ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും IVCയിലുള്ളെങ്കിലും ദർ ആർ നോ ടെമ്പിൾസ് ഓർ എനി റിലീജിയസ് സ്ട്രക്ചേഴ്സ്. ടെമ്പിൾസോ റിലീജിയസ് സ്ട്രക്ചേഴ്സോ ഒന്നും തന്നെയില്ല. ഏറ്റവും വലിയ സ്ട്രക്ചറാണ് മറ്റേ ഗ്രേറ്റ് ബാത്തും അതേപോലെ ഗ്രാനറിയും അതേപോലെ നമ്മുടെ വാട്ടർ റിസർവോയറും ഒക്കെ ഉള്ളത്. അപ്പോൾ ദർ വെർ നോ ടെമ്പിൾസ് ഓർ റിലീജിയസ് സ്ട്രക്ചേഴ്സ്. ടെമ്പിൾ വർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ RS ശർമ്മ അതേപോലെ മോഡേൺ NCERTയിലുള്ള കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സ് ഞാൻ കവർ ചെയ്യുന്നത്. ഈ 2 ടെക്സ്റ്റും അല്ലാതെ എനിക്ക് ഇൻഫർമേഷൻ ഞാൻ പലയിടത്തുനിന്നും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് മുന്നേ ചെയ്ത ഇൻഡസ് വാലി വീഡിയോയും ഈ വീഡിയോയും രണ്ടും കാണുക. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് IVC കവറേജ് നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് നിങ്ങൾ വേറെ സോഴ്സ് തപ്പി പോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെ ഒരു 3-4 ടെക്സ്റ്റിൻ്റെ കമ്പൈൻ ചെയ്താണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് ഒരുപാട് ഇനി റെഫർ ചെയ്ത് കുളമാക്കരുത്, കാരണം ഒരുപാട് റെഫർ ചെയ്ത് പോകുമ്പോൾ അത്രയും നമുക്ക് മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യില്ല, പറ്റത്തില്ല. സോ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുക. സോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.